നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട പുരാണ കഥകളിലെ ഒരു കഥയാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഓരോരോ മതങ്ങൾക്കും ഓരോ പുണ്യഗ്രന്ഥങ്ങളുണ്ട്, മതഗ്രന്ഥങ്ങളുമായിട്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ക്രിസ്തു മതത്തിൻ്റെ പുരാണ ഗ്രന്ഥമാണ് ബൈബിൾ. അതുപോലെ ഇസ്ലാം മതത്തിൻ്റെ പുരാണ ഗ്രന്ഥമാണ് ഖുർആൻ. പിന്നെ അതുപോലെ ബുദ്ധമതത്തിൻ്റെ പുരാണ ഗ്രന്ഥം എന്ന് പറയുന്നത് ത്രിപീഠിക എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. എന്നപോലെ ഹിന്ദു മതത്തിന് ഏതാണ് പുരാണ ഗ്രന്ഥമായിട്ട് എടുക്കുന്നത്? മഹാഭാരതമാണോ? അല്ല. രാമായണമാണോ? അല്ല. രാമായണം പുരാണ മതഗ്രന്ഥമൊന്നുമല്ല, അതൊരു ഇതിഹാസ ഗ്രന്ഥം. മഹാഭാരതം അങ്ങനെ തന്നെ. ഭാഗവതം 18 പുരാണങ്ങളുണ്ട്. അതിലൊരു പുരാണമാണ് ഭാഗവത പുരാണം. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെ പറ്റി, 10 പൂർണ്ണ അവതാരങ്ങളും പിന്നെ കുറേ 24ഓളം അംശാവതാരങ്ങളുമൊക്കെയുള്ള ഒരു കഥയാണ് ഭാഗവത പുരാണം എന്ന് പറയുന്നത്. അതും ഒരു മതഗ്രന്ഥമായിട്ട് ഹിന്ദു മതത്തിലെ ഒരു ആധ്യാത്മിക പുരാണം, അത്രയേ ഉള്ളൂ. ഹിന്ദു മതത്തിലെ പുരാണ ഗ്രന്ഥങ്ങളായിട്ട് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ വേദങ്ങൾ. ഈ വേദങ്ങൾ എവിടെ നിന്നുണ്ടായി? അത് സൂക്ഷിക്കുന്നത് ബ്രഹ്മാവായിരുന്നു. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങളും കൂടി ആദ്യകാലത്ത് ഒരെണ്ണമായിരുന്നു. പിന്നെ മഹർഷി വേദവ്യാസൻ വന്ന് സൗകര്യത്തിന് വേണ്ടി അതിലെല്ലാം കൂടി കലർന്ന് കിടക്കുകയായിരുന്നു. അത് മാറ്റി തരം തിരിച്ച് 4ആയി ഭാഗിച്ചു, 4 വേദങ്ങളാക്കി പകുത്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് തന്നെ വരാൻ കാരണം. അപ്പോൾ ഈ ഋക്ക്, യജുർ, സാമം, അഥർവം എന്നീ വേദങ്ങൾ ബ്രഹ്മാവ് സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അതിഭയങ്കരനായൊരു അസുരൻ, ഹയഗ്രീവൻ എന്നാണ് അതിൻ്റെ പേര്, അസുരൻ്റെ പേര്. ഹയഗ്രീവൻ ബ്രഹ്മാവിൻ്റെ അടുത്ത് നിന്ന് ഈ പുസ്തകം അങ്ങോട്ട് മോഷ്ടിച്ചെങ്കിൽ എന്നിട്ട് കൊണ്ടുപോയി കടലിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചു. ഭേദമില്ലാതെ കണ്ടെങ്ങനെയാണ് കഴിച്ചു കൂട്ടുന്നത്? ഹിന്ദുമതത്തിൻ്റെ പുരാണ ഗ്രന്ഥങ്ങളല്ലേ, സൂക്ഷിപ്പുകാരൻ ബ്രഹ്മാവായിരുന്നു. അദ്ദേഹത്തെ പറ്റിച്ച് കൊണ്ടുപോയില്ല, അത് വീണ്ടെടുക്കണല്ലോ. സാധാരണക്കാർക്കൊന്നും അസുരനെ എതിരിടാൻ പറ്റില്ല, എഴുച്ചുകൊണ്ട് വരാൻ പറ്റില്ല. എല്ലാവരും കൂടി ചെന്ന് സങ്കടം പറഞ്ഞു. മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നമ്മളെ വേദങ്ങളൊക്കെ ഹയഗ്രീവൻ വന്നെടുത്തുള്ളൂ, ഇനി ആരെ കൊണ്ടാവും ചെന്ന് മേടിക്കാൻ? അങ്ങ് തന്നെ വിചാരിക്കണം. ആട്ടെ, ഞാൻ നോക്കാം എന്ന് കരുതി മഹാവിഷ്ണു അങ്ങനെ ഒരു കൊച്ചു മത്സ്യമായി. ആ മത്സ്യമായിട്ട് ഒരു കൃതമാല എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. അത് നർമ്മദാ നദിക്കാണ് ഈ കൃതമാല എന്ന് പറയാമെന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് പണ്ട് കൃതമാല എന്നാണ് പറയാറ്. ആ നദിയിലങ്ങനെ ചെന്ന് ജനിച്ചു. അപ്പോൾ ഈ രാജാവ് വൈവസ്വതമനു എന്ന് പറയുന്നൊരു രാജാവ് കുളിക്കാനൊക്കെ അവിടേക്ക് വരും. അങ്ങനെ കുളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ രാജാക്കന്മാരൊക്കെ കുളിക്കുന്ന സമയത്ത് ഇങ്ങനെ കയ്യിൽ വെള്ളം എടുത്തിട്ട് മന്ത്രം ചൊല്ലി വീണ്ടും ജലത്തിലേക്ക് ഒഴിക്കും. അങ്ങനെ ഒരു പതിവുണ്ട്. അങ്ങനെ ആയി കഴിഞ്ഞിട്ട് കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ വെള്ളം എടുത്ത് സൂര്യനെ ആരാധിക്കലാണത്, സൂര്യ നമസ്കാരം. ആ സൂര്യനെ ആരാധിക്കാൻ ഇങ്ങനെ വെള്ളം കയ്യെടുത്തത് തൻ്റെ കൈവെള്ളയിൽ ഒരു മത്സ്യക്കുഞ്ഞ് ഇതെന്താത് നിച്ച് രാജാവ് ഇങ്ങനെ മനുരാജാവ് ഇങ്ങനെ കയ്യിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ തന്നെ അത് രാജാവിനോട് വർത്തമാനം പറയാൻ തുടങ്ങിയെങ്കില. പറയണ എന്താണെന്നോ, എനിക്ക് പേടിയാണ്, ഈ നദിയിലുള്ള മറ്റു വലിയ മത്സ്യങ്ങളെയൊക്കെ കാണുമ്പോൾ മഹാരാജാവേ എനിക്ക് പേടിയാവണു, ഇവരാരാണാവോ എന്നെ പിടിച്ച് തിന്നുക, എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ എന്നെ രക്ഷിക്കണം, അതാണ് ഞാൻ അപ്പം കയ്യിൽ കയറി വന്നത് എന്ന് പറഞ്ഞു. രാജാവിൻ്റെ തോന്നി പാവം കുട്ടി മത്സ്യം, അതിനെ രക്ഷിക്കാം എന്ന് കരുതി എന്ത് ചെയ്തു, അദ്ദേഹം കുറച്ച് വെള്ളം തിരിച്ചു കൊണ്ടുപോകാറുണ്ട് പൂജാരികൾക്കായിട്ട്. ആ കൊണ്ടുവരുന്ന ഒരു പാത്രമുണ്ട്, അതിന് പറയണത് കമണ്ടലു എന്നാണ്. വേഗം തന്നെ ഈ വെള്ളത്തോട് കൂടിയിട്ട് ആ കമണ്ടലിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു. കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ അവിടെ ചെന്ന് സംരക്ഷിച്ച് അതിനെ പരിപാലിക്കാം എന്ന് വിചാരിച്ചു. അദ്ദേഹം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കരയിൽ കയറി കമണ്ടലും എടുത്തു, നേരെ കൊട്ടാരത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പതിവ് ദിനചര്യയൊക്കെ കഴിഞ്ഞപ്പോൾ അത് വെള്ളത്തേക്ക് എടുക്കാൻ കമണ്ടല്ലോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുവന്നതിൽ ഇപ്പത്തിരി വലുതായിട്ടുണ്ടല്ലോ ഈ മത്സ്യക്കുട്ടി എന്ന് വിചാരിച്ചു. വേറെ ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചു, വലുതായിട്ട് നോക്കട്ടെ.
അങ്ങനെ ആ വലിയ പാത്രത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞ് അദ്ദേഹം ദിനചര്യയൊക്കെ കഴിഞ്ഞ് അന്ന് നേരെ സന്ധ്യയായി കഴിഞ്ഞപ്പോൾ മത്സ്യക്കുട്ടി ഒന്ന് കാണാം എന്ന് കരുതിയിട്ട് മനുരാജാവ് ചെന്ന് നോക്കുന്നില്ല. കാലത്തെക്കാളും വലുതായിരുന്നു മത്സ്യക്കുട്ടി. ഇത്ര വേഗം വലുതായോ എന്ന് വിചാരിച്ചു. അദ്ദേഹം അത് വേറെ ഇത്തിരി കൂടി വലിയ പാത്രത്തിലേക്കാക്കി. പിറ്റേ ദിവസം കാലത്ത് വന്നപ്പോൾ ആ പാത്രം കൂടെ മറന്നു. അതിനെ തിങ്ങിയിട്ട് പാടില്ല അവിടെ. വേഗം തന്നെ അദ്ദേഹം വളരെ വലിയൊരു പാത്രം അതിലേക്ക് മാറ്റി കഴിഞ്ഞ് ഒരു 3-4 ദിവസത്തേക്ക് കുഴപ്പമില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് 5 ദിവസം 3-4 ദിവസം കൊണ്ട് വലുതായി ആ പാത്രത്തിൽ കൊള്ളാണ്ടായി. ഉടൻ തന്നെ അദ്ദേഹം ചെറിയൊരു തടാകത്തിലേക്ക് മാറ്റി. ഒരു ഇപ്പോൾ പറയണത് ടാങ്ക് എന്ന് പറയാം, ഒരു ചെറിയ ജലസംഭരണി എന്നാണ്, അതിലേക്ക് മാറ്റി. 4 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഒന്നുകൂടെ വലുതായി കഴിഞ്ഞപ്പോൾ എന്നാൽ ശരി ഇനി കുളത്തിലേക്ക് മാറ്റാം എന്ന് കരുതി രാജകൊട്ടാരത്തിൻ്റെ അകത്തുള്ള കുളത്തിലേക്ക് മാറ്റി. കുളം നിറയെ അങ്ങോട്ട് വളർന്നു. ഈ രാജാവിനൊരു അത്ഭുതമായി. ഇത്ര പെട്ടെന്നൊക്കെ മത്സ്യം വളരുമോ എന്ന് വിചാരിച്ചു. വലുതായി വന്നു. ഒരു ദിവസം അദ്ദേഹം മത്സ്യത്തെ കാണാനായിട്ട് വലിയൊരു കുളം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ആ കുളത്തിലേക്ക് മത്സ്യം കണ്ടപ്പോൾ കുളം നിറയെ വലിയൊരു മത്സ്യം. രാജാവ് അവിടെ ചെന്ന് കുളത്തിൻ്റെ കരയിൽ നോക്കിയപ്പോൾ അത് പൊങ്ങി ഇങ്ങനെ വന്നു. എന്നിട്ട് മുഖത്തോട് മുഖം നിന്ന് മനുഷ്യർ വർത്താനം വരെ പറഞ്ഞു, മഹാരാജാവേ, ഒരാഴ്ച കഴിഞ്ഞാൽ ഈ രാജ്യം മുഴുവൻ പ്രളയമാണ്. പ്രളയം എന്ന് പറഞ്ഞാൽ പുഴയൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നല്ല വെള്ളപ്പൊക്കം വന്നെല്ലാം മുങ്ങിപ്പോകും. അതുകൊണ്ട് അങ്ങ് ഒരു ചെറിയ വഞ്ചിയൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് വേഗം രക്ഷപ്പെട്ടോളൂ. അതല്ല വെച്ചാൽ അങ്ങ് ഇവിടെ കുടുങ്ങിപ്പോകും. രാജകൊട്ടാരമൊക്കെ ഇപ്പം മുങ്ങിപ്പോകും. ഇവിടെ അത്രയ്ക്ക് വലിയ വെള്ളപ്പൊക്കം വരാൻ പോകണം. നർമ്മദ കര കവിഞ്ഞൊഴിയും എന്ന്. അപ്പം രാജാവ് തോണിയിൽ ഇതായി. അപ്പോൾ നിൻ്റെ കാര്യം എന്താ ചെയ്യേണ്ടത്? ഞാനുണ്ട വെള്ളം വന്നോട്ടെ, ഞാൻ ഒഴുകി പൊക്കോളാം, ഞാൻ കടലിലേക്ക് പൊക്കോളാം. അങ്ങനെ എന്നെപ്പറ്റി വേവലാതിപ്പെടണ്ട. വെള്ളമല്ലേ വരണം, എനിക്ക് വെള്ളത്തിൽ പിടിച്ചിക്കാലോ. പക്ഷെ അങ്ങേക്ക് അത് പറ്റില്ല, അങ്ങ് വേഗം പൊക്കോളൂ, രക്ഷപ്പെട്ടോളൂ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞില്ല. അപ്പോഴത്തേക്കും മഴ തുടങ്ങി, വെള്ളം വന്നു തുടങ്ങി. രാജാവ് രക്ഷപ്പെടാനുള്ളവരെയൊക്കെ രക്ഷപ്പെട്ടു പോയി. മത്സ്യത്തിനെ എങ്ങ് കൊണ്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോഴേക്കും കുളം നിറഞ്ഞ് കവിഞ്ഞൊഴുകി വേഗം ഒഴുകി നർമ്മദയിലേക്ക് എത്തി. നർമ്മദയിൽ നിന്ന് നർമ്മദ കാര കവിഞ്ഞൊഴുകി കടലിൽ ചെന്നു. അപ്പം എന്തിനു പറയണു, മനുരാജാവ് എടുത്ത് വളർത്തിയ ആ കുഞ്ഞ് മത്സ്യക്കുഞ്ഞ് വളർന്നു വലുതായി കടലിലെത്തി നേരെ ഹയഗ്രീവൻ്റെ അടുത്തേക്കാണ് പോയി. അങ്ങനെ ഹയഗ്രീവൻ്റെ അടുത്ത് ചെന്ന് സൂക്ഷിച്ച് ഒളിച്ച് പാത്തു വച്ചേക്കണ നമ്മുടെ വേദം, യജസ്, സാമവേദം, യജുർവേദം, അഥർവവേദം, ഇങ്ങനെ 4 വേദങ്ങളും ഹയഗ്രീവനുമായിട്ട് യുദ്ധം ചെയ്ത് അസുരനിൽ നിന്നും പിടിച്ചു വാങ്ങി നേരെ ഇവിടെ ബ്രഹ്മാവിനെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. ബ്രഹ്മാവല്ലേ അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. അങ്ങനെ ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രത്യേക താല്പര്യം കാരണം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ മത്സ്യം ബ്രഹ്മാവ് വീണ്ടും പുതിയതല്ല. ബ്രഹ്മാവിൻ്റെ ജോലി തന്നെ സൃഷ്ടികർമ്മമാണല്ലോ. ഓരോരോ ജീവികളെ ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്, നിർമ്മിക്കാനായിട്ട്, സൃഷ്ടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വന്ന് സൃഷ്ടികർമ്മം മത്സ്യവും ഈ മനുരാജാവും മാത്രമായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മത്സ്യത്തിൻ്റെ തലയിലൊരു കൊമ്പ്, അതിനൊരു വലിയ കൊമ്പം കൂടെ മുളച്ചു. മനുരാജാവ് എന്ത് ചെയ്തു, താൻ ഒരു തോണിയിൽ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, ആ തോണി ഈ മത്സ്യത്തിൻ്റെ കൊമ്പത്തിൽ ഒരു കൊമ്പുണ്ടായി എന്നെ ഇങ്ങനെ പിടിച്ച് കെട്ടിയിട്ടു. അപ്പോൾ വെള്ളപ്പൊക്കത്തിൽ ഒഴുകിയൊന്നും പോവാതെ കണ്ട് മത്സ്യം ഈ തോണിയെ ഇങ്ങനെ വലിച്ചപ്പോൾ ഒഴുകി പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് വരണ ഗംഗാനദിയിലെത്തി. ഗംഗാനദി ഒഴുകുന്നത് ഹിമാലയത്തിൽ നിന്നാണ്. ഹിമാലയം വരെ വലിച്ച് ഈ തോണി കൊണ്ടുപോയി ഹിമാലയത്തിൻ്റെ നെറുകയിൽ കയറ്റിയാൽ വെച്ചു. ഈ തോണി മത്സ്യത്തിന് നല്ല ശക്തി കരുത്തൊക്കെ ആയില്ലോ. ഇങ്ങനെ പ്രളയത്തിൻ്റെ ഇതുപോലെ തന്നെ ഒരു പ്രളയം വന്ന കഥ ബൈബിളിലും ഉണ്ട് കേട്ടോ. ഇവിടെ മനുരാജാവും വൈവസ്വത മനുവും മത്സ്യമൊക്കെ ആണെങ്കിലും അവിടെ നോഹ എന്ന് പറയുന്ന ഒരു പുണ്യപുരാണ പുരുഷനാണ് ഈ പ്രളയത്തിൽ നിന്ന് എല്ലാ ജീവികളെയും ഒക്കെ എല്ലാവരും രക്ഷിച്ച് തോണിയിൽ ഒരു രക്ഷപ്പെടുകയൊക്കെ ചെയ്തത്. അങ്ങനെ ബൈബിളിലും ഇതിനോട് അനുബന്ധമായ ഒരു കഥയുണ്ട് എന്ന് ഞാൻ സാധാരണമായിട്ട് പറഞ്ഞു എന്നുള്ളൂ. ബൈബിൾ കഥകളിലും ഉണ്ട് കഥ, ഇതുപോലൊരു കഥ. അപ്പോൾ സ്വയംഭൂവ മനുരാജാവിൻ്റെ കയ്യിൽ നർമ്മദയിൽ വന്ന് ജനിച്ചു വന്നു. അങ്ങനെയാണ് മഹാവിഷ്ണു
മത്സ്യമായിട്ട് അവതരിച്ചത് ഈ ഹയഗ്രീവൻ എന്ന അസുരനിൽ നിന്നും നമ്മുടെ വേദങ്ങൾ വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ടാണ്. മഹാവിഷ്ണു മത്സ്യമായ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഈ കഥ എല്ലാവരും കേട്ടല്ലോ, ഓർമ്മയിൽ വരും. ദശാവതാരങ്ങൾ, മഹാവിഷ്ണു 10 അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതാണ് ദശാവതാരം. അതിൽ ആദ്യത്തെ അവതാരം മത്സ്യാവതാരമാണ്. 10 അവതാരങ്ങൾ. പിന്നെ ആമയായിട്ട് അവതാരം എടുത്തു. അത് ആമ എന്ന് പറയുന്നതാണ് കൂർമ്മം എന്നും പറയും. പരശുരാമനായി, വാമനനായി, വരസിംഹമൂർത്തിയായിട്ട് അവതാരം എടുത്തിട്ടുണ്ട് മഹാവിഷ്ണു. ആ കഥ ഇനി അടുത്ത് തന്നെ പറയാം കേട്ടോ. ഒരു മഹാവിഷ്ണു മത്സ്യമായ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇനി മഹാവിഷ്ണു നരസിംഹമായിട്ട് അവതരിച്ച കഥ അടുത്ത ദിവസം പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.